വർഷം 2025. അന്നാ ബാലൻ അവൻ്റെ ചാനലിൽ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടു. പക്ഷെ പിന്നീട് ആ ബാലൻ്റെ ചാനൽ വ്യൂസ് ഒന്നുമില്ലാതെ അടച്ചുപൂട്ടി. പിന്നെ എല്ലാവരും അവനോട് ചോദിച്ചു തുടങ്ങി, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 3 ആണ്. വിത്ത് ലൊപ്പാപ്പൻ ആൻഡ് ഗ്രാനി ദ അൾട്ടിമേറ്റ് കോംബോ. ആൻഡ് നമ്മൾ എന്തായാലും നേരെ ഗെയിം പ്ലേ വീഡിയോയിലോട്ട് അധികം സമയം കളയുന്നില്ല, കാരണം കുറച്ച് ടൈം എടുത്തിട്ടുള്ളൊരു എസ്കേപ്പാണ് ഗൈസ്. കാരണം രണ്ട് വള്ളികളുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ ഒന്ന് എൻ്റെ പേരെന്താ ഇൻട്രോ ഒക്കെ ഒന്ന് കുറച്ച് ചുരുക്കി ഒക്കെ നമുക്ക് എന്തായാലും നേരെ ഈ സാധനമെല്ലാം കുത്തി തുറന്ന് ലൊപ്പാപ്പൻ്റെ അണ്ണാക്കിലോട്ടൊന്നും കയറി കൊടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ബാക്കി ആരുമില്ല, ഇറങ്ങി കൊടുക്കോ നേരെ നമ്മുടെ അതന്നെ. ഓക്കെ, ഇനി നമുക്ക് കാറിൻ്റെ ഡിക്കിയിൽ എന്താണെന്ന് നോക്കാം. ഇറങ്ങി ഓടിയപ്പോൾ തന്നെ കാറിൻ്റെ ഡിക്കിയാണ് ഗൈസ്. ഒക്കെ ഇവിടെ ഒന്നും ആരുമില്ല, കാരണം ബാക്കിൽ നിന്നെല്ലാം വെടിവെച്ച സീനാവും. ഓക്കെ, കാറിൻ്റെ ഡിക്കി സൗണ്ട് കേൾക്കുന്ന പോലെ കാറിൻ്റെ ഡിക്കി. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്രില്യൻറ്റ്! ഒരു കിണ്ടിയില്ല അതിനകത്ത്. ആൻഡ് ഓക്കെ, നമ്മുടെ കല്ല് കിടന്ന് തിളങ്ങുന്നുണ്ട്. ഒരു കല്ല് വറുക്കാം. പക്ഷേ ഈ വീട്ടിൽ വന്ന കല്ല് വറുക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ. ആൻഡ് എടുക്കുന്നു. അപ്പോൾ ലൊപ്പാപ്പൻ അല്ലെങ്കിൽ ലമ്മൂമ്മ, അതായത് കള്ളിപ്പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഷെഡുണ്ട്. ആൻഡ് ഇവിടെ മറ്റേ പലക സാധാരണ. ഓക്കെ, ഒന്നുമില്ല. ചതിച്ചു. ഇത്ര വലിയ മാച്ചിലൊരു കിണ്ടിയില്ല. ഓക്കെ, കിട്ടി ലൊപ്പാപ്പൻ്റെ മുട്ടത്തര എടുത്ത് പറിക്കാനുള്ള സാധനം കിട്ടി. എൻ്റെ അമ്മോ, അയ്യോ ചതി, ഇത് കൊടും ചതി. ഞാൻ അരമണിക്കൂർ അടുക്കളയ്ക്ക് എത്തിയിരുന്ന് തപ്പിയെടുത്തപ്പോഴേക്കും ഓക്കെ ആരുമില്ല. സേഫ്. ഇനി നമുക്ക് വേഗം അവിടെ പോയിട്ട് നമ്മുടെ വെപ്പൺ കീ എടുക്കണം ഗൈസ്. ഹലോ എൻ്റെ മോനെ കള്ളിപ്പെണ്ണ്. ഓക്കെ, കള്ളിപ്പെണ്ണ് എൻ്റെ അടുത്ത് ചാറ്റ്. അയ്യോ വേഗം എടുക്കണം, അത് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് വെപ്പൺ കീ കിട്ടി. ഓക്കെ, ഇനി ലൊപ്പാപ്പൻ. ആദ്യം തന്നെ നമുക്ക് ലൊപ്പാപ്പൻ്റെ തോക്ക് വാങ്ങി വയ്ക്കണം ഗൈസ്. തോക്ക് കുറച്ച് സീനാണ്. ആൻഡ് നമുക്ക് കല്ല് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കല്ല് ആകാശത്തു നിന്ന് വന്ന് വീണതാണ്, ഞാൻ ലൈവായിട്ട് കണ്ടു. ആൻഡ് അവിടെ വീണ്ടും കല്ല്. ഓക്കെ, 3 കല്ല് ലോഡ് ചെയ്ത് വെക്കാം. ആൻഡ് നമുക്ക് പിന്നെ വെപ്പൺ കീ പോയി വെപ്പൺ ഒക്കെ എടുക്കാനുള്ളതാണ്. ആയുധം. ഓക്കെ, ലൊപ്പാപ്പൻ്റെ തലയടിച്ച് പറിക്കാൻ കഴിച്ചിനി. ഓക്കെ, ആൻഡ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇവർ രണ്ടുപേരെയും വെച്ച് ഇത്രയും അടിപൊളിയായിട്ട് മുന്നേറുന്നത്. നമുക്ക് ദേ വരുന്നു, നമുക്ക് എന്തായാലും എസ്കേപ്പ് ചെയ്യണം. ദാണ്ട് വരുന്നു, നമുക്ക് മാടി വിളിക്കാം. കള്ളിപ്പെണ്ണ നമ്മളിവിടെ ഉണ്ട്, വേഗം വായോ. എൻ്റെ മോനെ, ഹെഡ് ഷോട്ട് കിടിന സാധനം. നമുക്കിനി ലൊപ്പാപ്പനെ അതിൽ ചെവിയേക്കത്തില്ല അല്ലേ, അത് അങ്ങനെ ഒരു മൊണ്ണ. നമുക്ക് എന്തായാലും ഇനി പുള്ളീനെ പോയി വിളിക്കേണ്ടി വരും. നോക്കി കേസ് ഇവിടെ ഒന്നും ഇല്ല, അടിയിലായിരിക്കും. എൻ്റെ മോനെ, റീപ്ലേ അതെവിടെ കൊണ്ടേ നോക്ക്. ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ, ഈ ലൊപ്പാപ്പനെ അടിച്ചിടുമ്പോൾ കിട്ടുമ്പോൾ സമാധാനം. ഇത് വേറെ ഒരു ക്യാരക്ടറിന് അടിച്ചിട്ടാലും കിട്ടില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ സ്ലിംഗ് ഷോട്ട് നമ്മളവിടെ ഇട്ടു. ഇനി നമുക്ക് ഈ തോക്കും കൊണ്ട് എങ്ങോട്ടേലൊക്കെ ചെല്ലാം. ആൻഡ് ഗൈസ് ഇവിടെ ബുള്ളറ്റൊക്കെ ഉണ്ട് ഗൈസ്. ബുള്ളറ്റിനൊരു അധികം ക്ഷാമമൊന്നുമില്ല ഇവിടെ, നമുക്ക് തെറ്റിത്തിരിഞ്ഞ് നടക്കണതിൻ്റെ ഇടയിൽ എടുക്കാം ഗൈസ്. നമ്മൾ നേരത്തെ ഇത് ചെക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ആണ് നമ്മുടെ വെപ്പണി കിട്ടി. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് മേലിൽ പോകാം. അവിടെ ഒരു ഫയർവുഡ് എടുക്കണ്ടായിരുന്നു, പക്ഷെ ഫയർവുഡിൻ്റെ ആവശ്യമില്ല. തോക്കില്ല ഗൈസ് കയ്യിൽ. ആ കാക്കേൻ്റെ അണ്ണാക്കിലോട്ട് വെടി വെച്ചിടാം ഗൈസ്, ഒരു സീനും ഇല്ല. ആൻഡ് അയ്യോ, ഇത് ഇവിടെയായിരുന്നോ? ഞാൻ മറ്റേതായിട്ടുള്ളതെന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയിരുന്നു. ഇവിടെ കയറിയിട്ട് എന്തിനാ?
വെറുതെ കുഴപ്പമില്ല, നമുക്ക് ആ ഓട്ടേക്കൂടെ അങ്ങോട്ട് ചാടാം, ഒരു സീനുമില്ല. ആൻഡ് ഗൈസ് ഇപ്പം കള്ളിപ്പണി അടിച്ചിട്ട് കുറച്ച് നേരമായതുകൊണ്ട് വന്നതൊന്നും അറിഞ്ഞുകൂടാ. ആൻഡ് ലൊപ്പാപ്പ എപ്പോഴും ഉറക്കം തന്നെയാണ് ഗൈസ്, കുറച്ച് നേരത്തെ അടിച്ചിട്ടതേ ഉള്ളൂ. കണ്ടോ ഇവിടെയൊക്കെ ബുള്ളറ്റിൻ്റെ ഇത് ടെഡ്ഡി ബിയർ ടെഡ്ഡി ബിയർ ഇത് എല്ലാം കിട്ടും. ടെഡ്ഡി ബിയറൊക്കെ അവിടെ കൊണ്ടിടാം ഗൈസ്. ആൻഡ് ഇവിടെ അല്ല, ഇവിടെ ഫയർവുഡ് ഒക്കെ ഉണ്ട്. ഫയർവുഡ് വേണ്ട ഗൈസ്, നമ്മുടെ തോക്കുണ്ട്, കത്തിച്ചങ്ങ് വിടാം. ആൻഡ് ഇതൊന്നും തുറന്നിട്ടില്ലേ, 2 പേരുണ്ടായിട്ട് ഇതെന്ത് ഇങ്ങനെ. ഗൈസ് ഇവിടെ അതിനകത്ത് ഒന്നുമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. മേലിൽ നമ്മുടെ കാക്കേൻ്റെ അണ്ണാക്കിലോട്ട് വെടി വെച്ചിട്ട് വരാം. ആൻഡ് എൻ്റെ മോനെ ഒരു 5 മിനിറ്റ് വൈകിരുന്ന പടമായേനെ. ഓക്കെ ഒരു ആമ എന്തായാലും എടുക്കാം. ആൻഡ് ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കെ മച്ചി എന്താ ഇങ്ങനെ എടുക്കണേ, ശരിയില്ല. ലൊപ്പാപ്പ എനിക്കാവോ എനിക്ക് അറിഞ്ഞുകൂടാ. ലൊപ്പാപ്പ എനിക്കാണെങ്കിൽ ലൊപ്പാപ്പിനും കൂടെ ഒരു ഡോസ് കൊടുക്കായിരുന്നു. ഓക്കെ അവിടെ ഇല്ല കേസ്, ഇപ്പം എന്തായാലും ഉറങ്ങ തന്നെയാവും. ഓക്കെ ഇവിടെ ഒന്നും ഇല്ല, നമുക്ക് എന്തായാലും വേറെ എങ്ങോട്ടേലും പോവാം. അങ്ങനെ നേരെ കാക്കേൻ്റെ മൂട്ടിലോട്ട് എത്തി. ഓക്കെ ഷെഡ് കീയാണ്. ഓ പോ മോനെ തൂര് മാത്രം, അയ്യോ. ഓക്കെ ഇവിടെ തങ്ങി നിന്നു യെസ്. ഈ തോക്കടി പോയ പ്രശ്നമാണ് കേസ്, ചിലപ്പോൾ കിട്ടില്ല, ബഗ്ഗാവും, അല്ലെങ്കിൽ ചെങ്ങായുടെ കൈ കിട്ടിയാൽ തീർന്നു. ഓക്കെ നമുക്ക് എന്തായാലും തൽക്കാലം തോക്ക് അവിടെ തന്നെ. അയ്യോ ഞാൻ ചത്തും തേങ്ങ. ഓക്കെ ഇവിടെ വെച്ച് ചത്താണ്ടല്ലോ യെസ്. ലൊപ്പാപ്പിനാണ് നേരത്തെ അടിച്ചിട്ടേ, കുഴപ്പമില്ല, നമുക്കിനി 4 ലൈഫ് ബാക്കിയുണ്ട്. നോ ലൊപ്പാപ്പിന് 100 ആയിസാട്ടോ. അയ്യോ നമ്മുടെ കയ്യിൽ ഇതും ഇല്ല. ഇപ്പോൾ എൻ്റെ കണ്ണെന്താ ചോന്നിരിക്കണേ മച്ചാനെ, കണ്ണെന്താ ചോന്നിരിക്കണേ. ഓക്കെ യെസ്, നമുക്ക് ഈ വഴി നേരെ പോയിട്ട് അവിടെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട യെസ്, പുള്ളിക്കുള്ള ഡോസ് കൊടുത്തിട്ട് വരാം. ആൻഡ് ബസ്സിൽ വജ്രായത് ഇനി കള്ളിപ്പണ്ണിൻ്റെ വക എല്ലാം ഉണ്ടാവാമെന്ന് അറിഞ്ഞുകൂടാ. എവിടെ അയ്യോ ഞാൻ എൻ്റെ നെഞ്ചത്തോട്ട് കയറിയെന്ന് ഭയോ. ഓക്കെ നക്ഷത്രങ്ങൾ മച്ചാനെ ഓണാവാറായിട്ടുള്ളൂ, ഇപ്പോഴേ നക്ഷത്രങ്ങൾ വെക്കണ്ട, ക്രിസ്മസിന് മതി കേട്ടോ. ഓക്കെ പുള്ളി അവിടെ ഒന്ന് കറങ്ങുന്നുണ്ട് കേസ്. നമുക്ക് എന്തായാലും നേരെ പോയി ഷെഡ് തുറന്നിട്ട് വരാം കേസ്, പുള്ളിയുടെ കറങ്ങാൻ കണ്ടുകൊടുക്കാൻ നേരമില്ല. ആൻഡ് എന്തായാലും ഒരു കല്ല് പറക്കിയേക്കാം. ഓക്കെ ലോക്കന്ത്ര കോഴിത്തൂല ആടി നിലത്ത് വീണ്. ഓ ഗൈസ് ട്രെയിൻ ആക്സിലേറ്റർ. ഓക്കെ ട്രെയിൻ എസ്കേപ്പ് നടത്തിയാലോ ഗൈസ്. ട്രെയിൻ എസ്കേപ്പ് കുറച്ച് പണിയാണ്, കുറച്ചധികം സംഭവങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നോക്കാം ഏത് എസ്കേപ്പ് ആദ്യം ചെയ്യാൻ പറ്റാൻ നോക്കാം. ഇവരെ എസ്കേപ്പ് പോകാൻ പറ്റുമോ തന്നെ ആദ്യം നോക്കണം. ഓക്കെ യെസ്. ഞാൻ എണീറ്റ് പോയെന്ന് ഇപ്പോഴും കറയും കൊണ്ടിരിക്കുകയാണ്. അയ്യോ സൈഡിൽ നിന്നെല്ലാം പിടിക്കാവോ. ഓക്കെ ഒരു ഉണ്ടയും കൊണ്ട് ജയിച്ചു, നമുക്ക് പുള്ളീനെ ഉറക്കിയിടാൻ പറ്റുമോ നോക്കാം. ഇങ്ങോട്ട് വാ മുട്ട. അയ്യോ പുള്ളി ഇരുമ്പ്, പുള്ളിയുടെ 6 പാക്കുമ്മ കൊണ്ട് കല്ലിന് തേങ്ങ പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ വീക്ക് സ്പോട്ട് എനിക്ക് മനസ്സിലായിട്ടോ, അങ്ങോട്ട് തന്നെ അടിക്കണം. ഓക്കെ ആൻഡ് ഇവിടെ എവിടെയെങ്കിലും ഒരു കല്ല് വറക്കാനുണ്ടോ ഓളിയെ. ഓക്കെ ഇവിടെ നിന്നൊരു കല്ല്, അതേ ഒരു കല്ല്. മോനെ പൂപ്പ കുറച്ച് കല്ല് പറക്കിയിട്ടോളൂ കേട്ടോ, വലിയ പണിയൊന്നുമില്ല, കുറച്ച് പറക്കിയിട്ടാൽ മതി മുറ്റത്ത്, ഞാൻ ഇടയ്ക്ക് വരുമ്പോഴേ ഉപകാരമാവും. ആൻഡ് പുള്ളി മോനെ കള്ളിപ്പെണ്ണ് ഭയങ്കര സ്ലോ ആട്ടോ, ഇങ്ങനൊന്ന് കൊടുത്ത് വിട്ടാൽ മതി. കണ്ടോ പുള്ളി 2 മിനിറ്റത്തേക്ക് ഷട്ട് ഡൗൺ ആയിക്കോളും. ആൻഡ് നമുക്കവിടെ പരിപാടി തുടങ്ങാൻ കേസ്. എവിടെയായിരുന്നു നമ്മൾ നിർത്തി? ട്രെയിൻ ആക്സിലേറ്റർ കൊണ്ടുപോയി. എന്നാലും ഡോറ് തുറക്കണ്ട, മറ്റടുത്തെ ട്രെയിനിൻ്റെ ഡോറ് തുറക്കാതെ ഒന്നും പറ്റത്തില്ല. ആൻഡ് ലൊപ്പാപ്പനിത് എവിടെ പോയാവോ, ഇയാളാണ് ഏറ്റവും ശല്യം ഈ ഗെയിമിൽ. ഗ്രാനിയൊക്കെ പിന്നെ ഒന്ന് ഒതുക്കാം, ഇയാൾ ശല്യം. ഓക്കെ നമുക്കെന്തായാലും ഈ സൈഡിൽ കൊണ്ടിടാം, എന്നിട്ട് അവിടെ കയറി നോക്കി നോക്കാം ഗൈസ്, അവിടെ വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പ്ലാങ്കൊക്കെ ഇരിക്കുന്നുണ്ടാവും അവിടെ. സാധാരണ മറ്റേ ഷെഡിൻ്റെ ബാക്കിൽ കിട്ടിയില്ല, ഇവിടെയാണ് പ്ലാങ്ക് ഉണ്ടാവാറ്. യെസ് എൻ്റെ 6th സെൻസ് വെച്ച് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത് ശരിയാക്കി. യെസ് അപ്പോൾ ആൻഡ് ഇട്ടു. നമുക്ക് എന്തായാലും പ്ലാങ്ക് അവിടെ കൊണ്ടുവയ്ക്കാം. അതിവിജയകരമായി മുന്നേറിക്കോ. അയ്യോ ഇയാൾ ശല്യം, ഒന്ന് വിജയകരമായി മുന്നേറാൻ സമ്മതിക്കത്തില്ല. ഓക്കെ ഇയാളൊക്കെ ഒന്ന് ഓടിച്ച്
ഒരു സെറ്റാക്കിന്ന് വരണം. കള്ളിപ്പെണ്ണിനെ നേരത്തെ അടിച്ചിട്ടായിരുന്നു, എണീറ്റാവോ? ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കെ, വളരെ ഉപകാരം. കള്ളിപ്പെണ്ണിൻ്റെ ട്രാപ്പ് അവിടെ കിടപ്പുണ്ട്. എൻ്റെ ഒരു കല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ ഓക്കെ, കല്ല് പറക്കി ദേ ഒരു സ്ലിംഗ് ഷോട്ട് പുള്ളീനെ ഒതുക്കിയാലേ. ഇതേ 2 കല്ല്. ഓക്കെ, അപ്പം എന്തായാലും പുള്ളീനെ ഉറക്കാം. ഇതായിരിക്കും നല്ലത്. ഓക്കെ, കാണാനില്ല. ഇയാൾ ശല്യം. ഈ ഗ്രാനിക്ക് ഇറന്നിട്ട് പിന്നാലെ വരും. ഇയാൾ പകുതി വെച്ച് ഇറങ്ങി ഓടും. അവിടെ പ്ലാൻ ഫുള്ള് തെറ്റിക്കും. അതാണ് പ്രശ്നം. അതേ പോണ് ഇയാളുടെ മൊട്ടത്തല. ഒക്കെ ഒരെണ്ണം മതി അപ്പോൾ. യെസ്, വാട്ട് എ പെർഫെക്റ്റ് ഷോട്ട് ബ്രോ. നാക്കെല്ലാം കുഴഞ്ഞ അവിയിൽ വരുവായി തേങ്ങ. ഓക്കെ, നമുക്ക് എന്തായാലും പ്ലാൻ എടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് മറ്റടുത്ത് കൊണ്ട് വയ്ക്കാം. എൻ്റെ പൊന്നേ, ഭാര്യയും ഭർത്താവും കൂടി ഇറങ്ങിയേക്കുക. ഒരു പ്ലാൻ കൊണ്ട് വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും സ്ലിംഗ് ഷോട്ട് എടുക്കാം. അമ്മച്ചിക്ക് പെർഫെക്റ്റ് എയിമാണ് ഗൈസ്. അമ്മച്ചിക്ക് കൊടുക്കുന്നതിൽ ഒക്കെ തലയ്ക്ക് ഗൈസ് ഇറങ്ങട്ടെ. എന്നിട്ട് മര്യാദയ്ക്ക് കൊടുക്കാം. ആൻഡ് എൻ്റെ മോനെ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പ്ലാൻ എടുക്കാം. എന്നിട്ട് അമ്മച്ചി ഇതെന്താ പുഷപ്പ് എടുക്കുന്ന ലൊപ്പാപ്പൻ്റെ അടുത്ത് ഷോ കാട്ടാനാവും ഗൈസ്. പുള്ളിക്കാരി 2 മിനിറ്റ് പ്ലാങ്കെല്ലാം ചെയ്തിട്ട് സെറ്റായിട്ട് 2 ദിവസം കഴിഞ്ഞ് 6 പാക്കൊക്കെ ആയിട്ട് നമ്മുടെ ലൊപ്പാപ്പൻ്റെ അടുത്തങ്ങ് ചെല്ലും. പുള്ളിക്കാരിക്ക് ഓൾറെഡി നമ്മുടെ ലൊപ്പാപ്പൻ ഓൾറെഡി ആബ്സെൻ്റ് ഗൈസ്. നേരത്തെ ഞാൻ മറ്റേ വെടിവെച്ചപ്പോൾ മനസ്സിലായി. ഓക്കെ, ആൻഡ് നമുക്ക് പ്ലാങ്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പോവാം. അയ്യോ മൊണ്ണേ. അതിവിജയകരമായി നമ്മൾ പാലം ക്രോസ് ചെയ്തു. ഇനി ഇവിടെ ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് ഇരുന്നോട്ടെ. ഓക്കെ, അവിടെ ടെഡ്ഡി ബിയർ ഇല്ലേ ഗൈസ്? നമുക്ക് ടെഡ്ഡി ബിയർ എടുത്തിട്ട് നേരെ നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് പോകാം ഗൈസ്. നമ്മുടെ മേലത്തെ നിലയിലോട്ട് പോയിച്ചാൽ ടെഡ്ഡി ഇട്ടാൽ എന്ത് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ബ്രിഡ്ജ് ഹാങ് അവിടെ കിടക്കട്ടെ. ആൻഡ് വേഗം വാടോ. ഇത് ലൊപ്പാപ്പം വല്ല സൈഡിൽ നിന്ന് വന്നാണ്ടല്ലേ സീനാവും. അതേ പോണു. കയറ്. അതന്നെ. ഇനി അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് പോയി ഞെക്കാനുള്ളതാണ്. ആൻഡ് ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് ലാൻഡ് കിട്ടോ. നമുക്ക് ഒന്നുകൂടെ പോയി ഞെക്കിയിട്ട് നേരെ മേലോട്ട് പോവാം. ഓക്കെ, ഇതെന്തത്? സുമാർക്ക് ഇച്ചിരി എണ്ണ വെച്ചിട്ടൂടെ ഈ ലിഫ്റ്റിനകത്ത്? ഇത് വൃത്തിയായിട്ട സൗണ്ടാ. ഓക്കെ, ഇവിടെ എത്തിയാ? ഇതെന്താ എത്തിയില്ലേ? അത് മേൽഭാഗമാണോ? ഞാനും വിചാരിച്ചേ പെട്ടെന്ന്. ഒക്കെ എത്തി. ഇങ്ങനെയല്ലേ ലിഫ്റ്റ് ഉണ്ടാക്കിയിരിക്കണേ? ചെറിയ ലിഫ്റ്റാണ്. ഓക്കെ, ഡ്രോപ്പ്. മോനെ, ഇതെന്തത്? 5 സെൻറ്റ് നീളമുണ്ടല്ലോ ലെങ്സിന്. അയ്യോടാ, ഞാൻ ഇതിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴേക്കും മാഞ്ഞു പോയി. പ്രേതത്തിന് പോലും വേണ്ട ഗൈസ്, അപമാനം. ഒക്കെ ഇറങ്ങ ഇയാൾ ഗൈസ്. ഒക്കെ എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് മിക്കവാറും അതിനകത്ത് മറ്റേ അമ്മാമ്മ ലമ്മച്ചി ഇടയ്ക്ക് മുഖം കഴുകാൻ പോകാറുണ്ട്. അതിന് വേണ്ടി അയ്യോടാ ഈ വഴി കയറാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ലൊപ്പാപ്പണ്ടെന്ന് വിചാരിച്ചിട്ടാവാ ഞാൻ. മൂഞ്ചി ഇന്ന് നമുക്ക് മറ്റേ വഴി വളഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞ് പോകേണ്ടി വരും. തേങ്ങ, മര്യാദയ്ക്ക് മറ്റേ വഴി പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം. പുള്ളിക്കാരി ഫസ്റ്റ് സെറ്റ് നമ്മുടെ പുഷപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്ക് കൈയൊക്കെ ക്ഷീണമായി കേസ്. അപ്പോൾ എന്നോടൊന്ന് സഹായിക്കാൻ പറഞ്ഞത് വീണ്ടും അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് പ്ലാങ്കാന്ന് തോന്നുന്നു. നേരത്തെ പുഷപ്പായിരുന്നു, ഇപ്പോൾ പ്ലാങ്കാണ്. ഓക്കെ, പുള്ളിക്കാരി ചെയ്തോട്ടെ. ഓക്കെ, ആൻഡ് നമുക്ക് എന്തായാലും നേരെ സേഫ് കീ തുറക്കാൻ പോവാം. അവിടേക്ക് പോവാം. ഓക്കെ, ശല്യം. ആൻഡ് ലൊപ്പാപ്പ ഇയാൾ ഏത് വായിപ്പോയി കിടക്കുക. ഓക്കെ, ഒരു അത്യാവശ്യ സമയത്ത് ഇങ്ങനെ എന്തേലും എടുക്കാൻ പോകുന്ന സമയത്ത് അത്ര പുള്ളീനെ കാണുള്ളൂ. ട്രെയിൻ കീ ഇപ്പോൾ ട്രെയിൻ എസ്കേപ്പ് ആവാമല്ലേ? ഓക്കെ, ട്രെയിൻ എസ്കേപ്പ്. എന്നാലും കുറച്ചൊരു സാധനങ്ങൾ കൂടുതൽ കേട്ടോ. നമുക്ക് ഏതാ കിട്ടണേ അത് നമുക്ക് ചെയ്യാം. അതന്നെ തണാകുള്ള വഴി. ആൻഡ്
ഈ വഴി കയറിയിട്ട് നമുക്ക് നമ്മുടെ തോക്കെടുത്തിട്ട് സെറ്റാക്കാം ഗൈസ്. അവിടെ ലൊപ്പാപ്പൻ ഇതവിടെ എവിടെ അയ്യോ ഞാൻ മറ്റേ വെള്ളത്തിൽ വീണെന്ന്. വെള്ളത്തിൽ വീണാൽ പിന്നെ കിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ വീണ നമ്മുടെ മുതല കണ്ടോ ലൊപ്പാപ്പനെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഇതാരനാ ഓക്കെ ആളുടെ മൊട്ടത്തല. എടാ ഇയാള് എന്തിനാ ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരെ മുട്ടയൊക്കെ എന്ത് വെച്ചുണ്ടാക്കിയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കളിയാക്കണ്ട. ഒക്കെ സൈത്താമ്മയുടെ പൂർവികരാന്ന് തോന്നുന്നു. പോടോ. അതെ അവിടെ നിന്ന് പോയി അയ്യോ ആ ചാളുടെ അണ്ണാക്കിലോട്ട് കയറിയെന്ന്. ഓക്കെ പുള്ളി അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് നമുക്ക് ഗ്രാനിയുടെ റൂമിൽ നിന്ന് ഒരു ബുള്ളറ്റ് എടുത്ത് ആളുടെ മുട്ടത്തല വേണ്ട കേട്ടോ, പുറത്ത് കൊടുത്താലും മതി. ഇത് എങ്ങോട്ടാ ശനെ? ഗ്രാനിക്കാണ് തിരിഞ്ഞു നോക്കിയാണ് കേട്ടോ. ഓക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഗ്രാൻഡ് പായിസ് ഗോൺ ഫോർ 2 മിനിറ്റ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് സിറ്റപ്പ് എടുക്കുകയാണ്. ഓക്കെ അതെന്താ ഞാൻ തൊടാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി റീലോഡായി. എന്താണ് ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ തോക്ക് മേലിലും ഉണ്ട് കേട്ടോ. അല്ലേ പുള്ളിക്കാരൻ എണീറ്റ സീനാവും. അറിയാലോ പുള്ളി പണ്ടത്തെ FF ഫ്രീ സ്റ്റൈലറാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇതൊന്നും മര്യാദയ്ക്ക് അറിഞ്ഞൂടെ. ഇവിടെ നിന്ന് നട്ടലില്ലേ. 2 കാലും ഒരു കയ്യേ കൊടുത്തുള്ളൂ എന്ന് തോന്നുന്നു. പാവം. വിധിയുടെ വിളയാട്ടം. എന്തൊക്കെ പറയുന്നതൊക്കെ. എന്തായാലും എന്താ എടുക്കാൻ വന്നത്? നമ്മുടെ ട്രെയിൻ കീയാണ് എടുക്കാൻ വന്നത്. പറഞ്ഞ എവിടേക്ക് എത്തി. ഒരു കല്ലൂടി എടുക്കാം. കാരണം അറിയാലോ ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രെയിൻ കീ എടുത്തിട്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ തോക്ക് ഇതിനകത്തിട്ട് അടയ്ക്കാം കേട്ടോ. മര്യാദക്കില്ലടോ. തോക്ക് ഇതിനകത്തിട്ട് അടയ്ക്കാം. എൻ്റെ മോനെ ഇനി അപ്പം പോയിട്ട് എൻ്റെ കൊച്ചച്ഛൻ പോലും കണ്ടുപിടിക്കത്തില്ല, ഉറപ്പാ. പുള്ളിക്ക് ഇവിടെ ചുറ്റിത്തിരിയലുണ്ട് കാറിൻ്റെ അടുത്ത്, പക്ഷെ കിട്ടൂല ഗൈസ്. ഇതെന്താ ഈ 2 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാണ്ട് ഒരു അരമണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യ്. ഇപ്രാവശ്യം കാലൊക്കെ ചെന്ന് ചെയ്യുന്നുണ്ട്. കാഫിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനാന്ന് തോന്നുന്നു. എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് കള്ളിപ്പെണ്ണിന് ഈ വീഡിയോ റോളില്ല കേട്ടോ. ഷോ സ്റ്റീലർ ലൊപ്പാപ്പനാണ് ഈ വീഡിയോയിൽ. കള്ളിപ്പെണ്ണിന് ഇവിടെ അവകാശമില്ല, ഇറങ്ങിപ്പോക്കോ. ഓക്കെ ആൻഡ് നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്ത് ചാടാനാണ് വന്നത്. ഓക്കെ ലൊപ്പാപ്പന് ഇയാൾ ഏത് കാട്ടിലാണാവും. ഓക്കെ ഇതൊന്നും ഞാൻ തൊടാണ്ട് തന്നെ എല്ലാം തുറക്കണേ. ഓക്കെ എന്തായാലും ക്രോബാർ എടുക്കാം. ക്രോബാർ അവിടെ ഫ്യൂസ് ഇരിക്കുന്നുണ്ട്. ഫ്യൂസ് വേണ്ട. ക്രോബാർ എടുത്തിട്ട് ഈ പെട്ടി തുറന്ന് നോക്കാം. എന്നിട്ട് എന്താ ഉള്ളത് നോക്കാം. ആൻഡ് പെട്ടി തുറന്നു. ജനറേറ്റർ കേബിൾ. നമുക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യാം. നമുക്ക് ജനറേറ്റർ കേബിളും ഫ്യൂസും ബ്രിഡ്ജാൻ കിട്ടി. എപ്പം എന്തായാലും നമുക്ക് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എസ്കേപ്പിംഗ് ഇതിലോട്ട് പോകാം. ഇവിടെ തൊട്ട് കളി സെറ്റാവും ഗൈസ്. ഇവിടെ തൊട്ട് എല്ലാ വള്ളികളും കണ്ടോ. ഇവിടെ തൊട്ട് എല്ലാ വള്ളികളും വരും. ഓക്കെ എസ്കേപ്പ് ചെയ്യുന്ന നിമിഷത്തിന് മാത്രം വന്നോളൂ. ഇത് ഗെയിമിൽ മാത്രമല്ല, ഒരു ലൈഫിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നന്നാവും നോക്കുന്ന സമയത്ത് ഒരു വള്ളികൾ വന്നോളൂ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്ലിംഗ് ഷോട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് തരണം ചെയ്തുകൂടാ. ആൻഡ് നിങ്ങളിങ്ങനെ അവരെ തരണം ചെയ്യാൻ നിൽക്കണ നേരത്ത് ചിലപ്പോൾ അവരിങ്ങനെ മുങ്ങിക്കളയും. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഈ മണ്ടന്മാരെ കുറിച്ചൊന്നും നോക്കരുത്. ഓക്കെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, സക്സസ് ആവാൻ നോക്കുക. ഓക്കെ അത്ര പറയാനുള്ളൂ. ഓക്കെ മോട്ടിവേഷനെല്ലാം കേട്ട് എല്ലാവരും ചാർജായെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ലിംഗ് ഷോട്ട് എടുത്ത് വന്നപ്പോഴേക്കും മുങ്ങി ചേറ്റ. ഞാൻ നന്നായിട്ട് ജനറേറ്റർ കേബിൾ എടുത്ത് വരികയായിരുന്നു കേട്ടോ. ജനറേറ്റർ കേബിൾ എടുത്ത് വരണ സമയത്ത് തന്നെ ഓക്കെ നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം.
എടാ ഇയാൾ ഒടുക്കത്തെ ശല്യമില്ല. പൊന്നേ, എൻ്റെ സ്ലിംഗ് ഷോട്ട് ഒറ്റ ഉണ്ടേ ഉള്ളൂ. ആ ഒറ്റ ഉണ്ട വെച്ചിട്ടാണ് ഞാൻ ഇയാളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് എനിക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഓരോ വള്ളികൾ ഈ എല്ലാ ഹൊറർ ഗെയിംസിലും എസ്കേപ്പ് സമയത്ത് മാത്രം വന്നോളൂ. ആൻഡ് കണ്ടോ പോയി ഇവന്മാരൊക്കെ. അതെ 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 അതെ, ഒരു ബാറ്റ് ഞാൻ കണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ടടിക്കും. അതൊന്നല്ലേ, ചിലപ്പോൾ കൊള്ളില്ല. ഒറ്റ ഉണ്ടേ ഉള്ളൂ. വെറുതെ കളയാൻ എനിക്ക് താല്പര്യമില്ല. ഓഹ് മോനെ, പുള്ളിക്കാരിയുടെ അണ്ണാക്കിലോട്ട് കയറിയിരുന്നു ഞാനിപ്പോൾ. ഇത് എടുത്തിട്ട് വായും തുറന്നൊരു വരവ്. നാറ്റടിച്ചിട്ട് ഞാൻ കണ്ടം വഴി ഇറങ്ങി ഓടിട്ടോ. ചത്തേനെ. ഇത് ഏത് കാലത്ത് ജീവിക്കുന്നതാണാവോ? ഡൈനോസറുകൾക്ക് മുമ്പുണ്ടായൊരു ഇനത്തിനെയാണ് ഞാൻ നേരത്തെ ഒരു 5 സെക്കൻഡ് മുന്നേ ഞാൻ അവിടെ പരിചയപ്പെട്ട്. നാറ്റടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. ഞാനെന്തിന് ജനറേറ്റർ കേബിൾ കൊണ്ട് മേലി പോണേ? ഷെഡിൻ്റെ അവിടെ ഇല്ലേ? ഞാൻ അതിൻ്റെ ഇടയിലെ ചെങ്ങൈൻ്റെ ഇടങ്ങറ്. ഞാൻ നേരെ ആളുടെ വായിലോട്ട് തന്നെ കയറി കൊടുക്കുകയും ചെയ്തു. ഇപ്പം ചത്തേനെ. ദേ വരണേ, എന്നാ പിടിച്ചോ. ഓഹ്, ആളുടെ വായിലോട്ട് കയറി തന്നെ വെടിവെച്ച് കൊടുത്തു. അയ്യോ, ഇവിടെ ഇടരുത് സീനാവും. ഓക്കെ, എന്തായാലും അതിനകത്തിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ പോവാം. അതിനകത്ത് വയ്ക്കുക, ജനറേറ്റർ കേബിൾ എടുക്കുക, അടയ്ക്കുക. മോനെ കിടിലോ അല്ലേ? ഓക്കെ ഇനി നമുക്ക് നേരെ സാധനം ഇതിനകത്തോട്ട് വയ്ക്കാം. എവിടെ ഇവിടെ. ഓക്കെ, ഇത് വെച്ചിട്ട് നേരെ സ്വിച്ച് ഇടുക. ആൻഡ് പിന്നെ നമ്മുടെ ഫ്യൂസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൊണ്ടൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ ഫ്യൂസ് അവിടെ ഇരിപ്പുണ്ടായി. നമ്മുടെ തുടരും നമ്മുടെ ചാടിയ സ്ഥലത്ത്. ഓക്കെ, അവിടെ നമ്മുടെ ഫ്യൂസ് ഇരിപ്പുണ്ടായി. ആ ഫ്യൂസ് എടുക്കുക. പിന്നെ അവിടെ ബ്രിഡ്ജ് ഹാങ് അവിടെ എവിടെയായിരുന്നു? ലിഫ്റ്റിൻ്റെ അവിടെ ഇട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും പോയി എടുത്തിട്ട് നേരെ സെറ്റാക്കാം. ഓക്കെ, എസ്കേപ്പ് ചെയ്യാൻ കുറച്ച് സാധനം കൂടെ 2 സാധനം കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാക്കൊന്ന് കുഴഞ്ഞ് അവിയലായി. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഫ്യൂസും കൂടെ അവിടെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് അവിടെ സാധനം ഓണാക്കിയിട്ട് ബ്രിഡ്ജ് ഹാങ് കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ട് ഓടിയിട്ട് വീട് നിർത്താം. അത്ര തന്നെ. ഓക്കെ, ആൻഡ് ഇനി വേറെ വള്ളികൾ ഉണ്ടാവാമോ? പ്ലീസ്, ഞാനൊന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കണമെന്നില്ല. യെസ്, അതാണ് ശിവന്മാർ ട്രൂത്ത് മനസ്സിലാക്കുന്നില്ല. ഞാൻ എങ്ങനെയും ഈ വീട്ടിൽ നിന്ന് പോകാനാണ് നോക്കുന്നത്. എൻ്റെ ഇവന്മാരാണെന്നുണ്ടേ എന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഈ വീട്ടുകാരെ എന്തായാലും ആവട്ടെ. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല. അതന്നെ, എനിക്ക് വയ്യ പറയാൻ. നാക്കെല്ലാം കുഴഞ്ഞു തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രിഡ്ജ് ഹാങ് എടുക്കണം. ആൻഡ് ബ്രിഡ്ജ് ഹാങ് അവിടെ ട്രാപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ട്രാപ്പ് കണ്ട പോലെ. ഞാൻ ചത്തൂന്ന്. ചത്തിരുന്ന ഇപ്പം നാറിയാനെ. ഓക്കെ, നമുക്ക് എന്തായാലും ബ്രിഡ്ജ് ഹാങ് കൊണ്ട് എൻ്റെ മോനെ ജസ്റ്റ് മിസ് കിട്ടും അല്ലേ എൻ്റെ തലക്ക്. എൻ്റെ മോനെ എല്ലാ വള്ളികളും. അയ്യോ. പക്ഷെ ഇതാണ് നമ്മുടെ ലൈഫ്. ഇത് തന്നെയാണ് കേസ്. ഇതാണ് നമ്മുടെ ലൈഫ്. ഇങ്ങനെ എസ്കേപ്പിങ്ങിൻ്റെ അങ്ങേയറ്റം ഒരു എൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ വള്ളികളും കയറി വന്നോളും. കേസ് ഒറ്റകളൊക്കെ ഒഴിവാക്കി ഏതേലും വഴി കൂടെ ഏതേലും അതിൻ്റെ ഉള്ളിലൂടെ എല്ലാം വന്ന് നമ്മൾ ഇത് എന്താ വേഗം ആയി വന്നിട്ടേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന് കടഞ്ഞു. ഗേറ്റ് തുറന്ന് ഇനി ഇറങ്ങി ഓട്. എൻ്റെ മോനെ നോക്കണ്ട, ഞാൻ ഇറങ്ങി ഓടി. നിങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല. പിന്നെ ബോഡി ഷോ ഇല്ലോട്ടെ പറയാനാട്ടോ. ദി എൻഡ്. എൻ്റെ മോനെ ഇപ്പം എന്തായാലും ബൈ.